ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹബി സ്റ്റിച്ചിങ് വേൾഡിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 6 dots എന്ന് പറയുന്നതിന് ബാക്കിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. My world was dark and dangerous. I stumbled out about the house, banging into the chairs, the walls, the door. My body ached. Where is the sun? I cried. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലോകം, എൻ്റെ ആ ഒരു ജീവിതം വളരെ ഇരുട്ടിലും അപകടം നിറഞ്ഞതുമായി. കണ്ണ് കണ്ടുവിടല്ലോ, അപ്പം നമ്മളിങ്ങനെ അവിടെ എവിടെയൊക്കെ തട്ടി അടിച്ച് വീഴുവില്ലേ. ഐ സ്റ്റംബിൾഡ് അബൌട്ട് ദ ഹൗസ്. ഞാൻ വീട്ടിലൊക്കെ വീഴാൻ തുടങ്ങി, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വീഴാൻ തുടങ്ങി. പിന്നെ കസേരകളിലൊക്കെ എൻ്റെ കാലും കൈയും ഒക്കെ കയറി ഇടിക്കാൻ തുടങ്ങി. എന്താണ് പിന്നെ കഥകിലും ഭിത്തിയിലും ഒക്കെ തട്ടി മുട്ടിയും ഒക്കെ ഞാൻ വീഴാൻ തുടങ്ങി. എൻ്റെ ശരീരം വേദനിക്കാനും തുടങ്ങി. Where is the sun? I cried. ഞാൻ എവിടെയാണ് സൂര്യൻ എന്ന് ഓർത്ത് ഞാനിങ്ങനെ കരയാനും തുടങ്ങി. But the sun did not come. I sat by the window, training my ears to do what my eyes could not. പക്ഷെ എന്താണ്, സൂര്യൻ എൻ്റെ ജീവിതത്തിലേക്ക് പിന്നീട് കടന്നു വന്നില്ല. ഞാൻ അന്ധനായെന്ന് എനിക്ക് പിന്നെ മനസ്സിലായി. എനിക്കിനി ഒന്നും കാണാൻ കഴിയില്ലെന്ന് മനസ്സിലായതോടുകൂടി എന്ത് ചെയ്തു, അവൻ വിൻഡോയുടെ അടുത്തിരുന്നിട്ട് അവൻ്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാതെ ഇങ്ങനെ കേട്ട് കേട്ട് മനസ്സിലാക്കി എടുക്കാൻ തുടങ്ങി. ഓക്കെ, എന്താണ് ക്ലാം ബാങ് കിഷ് കിഷ്, ദാറ്റ് വാസ് പപ്പ ഇൻ ഹിസ് ഷോപ്പ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാം ബാങ് കിഷ് കിഷ് എന്ന് പറയുന്ന ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും അവൻ്റെ പപ്പ ഷോപ്പിലിരുന്ന് വോക്കിയാണെന്ന്. സ്വൂഷ് സ്വീഷ് സ്വൂഷ് സ്വീഷ് എന്ന് പറയുന്ന ആ ഒരു ശബ്ദം കേൾക്കുമ്പോൾ ലോങ് സ്കേർട്ടഡ് ലേഡീസ് ഹറിയിങ് ടു മാർക്കറ്റ്. എന്താണ്, വലിയ ഒരു ഗൗൺ ഇട്ട ലേഡീസ് ഒക്കെ മാർക്കറ്റിലേക്ക് ഓടിപ്പോവുകയാണ്. അപ്പം അവരുടെ ആ ഒരു ഗൗണിൻ്റെ ആ ഒരു ഇങ്ങനെ ഗൗൺ കിടന്ന് ഇളകുന്ന ശബ്ദമാണ്. ക്ലാം 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 സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾജേഴ്സ് മാർച്ചിങ് ഡൗൺ ദി സ്ട്രീറ്റ്. എന്താണ്, ഈ ഒരു ശബ്ദം കേൾക്കുമ്പോൾ അവന് മനസ്സിലാവും സോൾജേഴ്സ്, പട്ടാളക്കാരെല്ലാവരും അവൻ്റെ ആ ഒരു ഗ്രൗണ്ടിൽ നിന്നിട്ട് മാർച്ച് നടത്തുകയാണെന്ന് മനസ്സിലാവും. ഗിർ ഗിർ റഫ് റഫ് ഗിർ. The neighbor's angry dog chained too tight. എന്ന് വെച്ച് കഴിഞ്ഞാൽ അയൽവാസികളുടെ ഒരു ദേഷ്യമുള്ള ഭയങ്കര വലിയൊരു അഗ്രസീവ് ആയിട്ടുള്ള പട്ടി. ആ പട്ടി എന്ത് ചെയ്യുകയാണ്, ആ നായ വളരെ ഇറുക്കിയിട്ട് അവർ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് പറയും. My family did what they could. Papa made a wooden cane. എൻ്റെ കുടുംബം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും, അതായത് അവർക്ക് എന്തൊക്കെ എനിക്ക് വേണ്ടി ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തു. എൻ്റെ പപ്പ എനിക്ക് ഇങ്ങനെ കുത്തി നടക്കാൻ വേണ്ടിയിട്ടൊരു വലിയ കമ്പ് ഉണ്ടാക്കി തന്നു. ഉടൻ കെയിൻ, ഒരു തടി കൊണ്ടുള്ള ഒരു കമ്പ് ഉണ്ടാക്കി തന്നു. ഈച്ച് ഡേ ഐ വാക്ക്ഡ് എ ലിറ്റിൽ, ടാപ്പ് 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 ടാപ്പ്. ഞാൻ എല്ലാ ദിവസവും ഒരു തുള്ളിപ്പൂലം വെച്ച് ഇങ്ങനെ കൊച്ചായിട്ട് നടന്നു തുടങ്ങി. എന്താണ്, ടാപ്പ് 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 എന്നിങ്ങനെ ആ ഒരു വടി കുത്തുമ്പോഴുള്ള ശബ്ദം ഇല്ലേ. Counting the step between the house and the garden, the vineyard and the chicken coop, the bakers and the millers, and back to Papa's shop. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാനിങ്ങനെ എണ്ണാൻ തുടങ്ങി. എൻ്റെ വീട്ടിൽ നിന്നും ഗാർഡൻ വരെ ഉള്ളത്, വൈൻയാർഡിലേക്കുള്ളത്, ചിക്കൻ കൂപ്പ് എന്ന് വെച്ചാൽ കോഴിക്കൂട്ടിലേക്കുള്ളത്, പിന്നെ ബേക്കേഴ്സ് ആൻഡ് ദ മില്ലേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മില്ലിൽ വർക്ക് ചെയ്യുന്ന ആളുകളും ബേക്കറിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുടെയും അങ്ങനെ അവരുടെയൊക്കെ കടയിലോട്ട് എത്ര സ്റ്റെപ്പ് വെച്ചിട്ടുണ്ടെന്ന് അവരെന്ത് ചെയ്യാൻ തുടങ്ങി, എണ്ണാൻ തുടങ്ങി എന്ന് പറയാണ്. ആൻഡ് ബാക്ക് ടു പപ്പാ ഷോപ്പ്. പിന്നീട് ഞാൻ പപ്പയുടെ കടയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ അവൻ്റെ ജീവിതം അങ്ങനെ കഴിഞ്ഞു പോയെന്ന് പറയാണ്. ഓക്കെ, ഇതാ നോക്കിക്കോളാം. മൈ ബ്രദർ ടോട്ട് മീ ടു വിസിൽ. എൻ്റെ ചേട്ടനോ അനിയനോ എനിക്കറിയില്ല, എൻ്റെ സഹോദരൻ എന്നെ ഇങ്ങനെ വിസിലടിക്കാൻ പഠിപ്പിച്ചു. എനിക്ക് വരില്ല കേട്ടോ, സോറി. ആൻഡ് വെൻ ദ സൗണ്ട് എക്കോഡ് ബാക്ക്, ആ ഒരു സൗണ്ട് തിരിച്ചു വരില്ലേ, നമ്മളിങ്ങനെ എക്കോ വെക്കൂലേ വിസിലടിക്കുമ്പോൾ. ഒറ്റപ്പെട്ട വിജനമായ സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ തിരിച്ചു വരും ആ എക്കോ. ഇറ്റ് വാണ്ട് മീ ഓഫ് തിങ്സ് ഇൻ മൈ പാത്ത്. അതെന്നെ എൻ്റെ വഴിയിലുള്ള തടഞ്ഞു നിൽക്കുന്ന സംഭവങ്ങളെല്ലാം എന്നെ ഓർമ്മിപ്പിച്ചു എന്ന് പറയാണ്. മൈ സിസ്റ്റർ മെയ്ഡ് എ സ്ട്രോ ആൽഫബറ്റ് ടു ഫീൽ ആൻഡ് റീഡ് ഇറ്റ്. എൻ്റെ സിസ്റ്റർ, എൻ്റെ സഹോദരി എനിക്ക് സ്ട്രോയൊക്കെ കട്ട് ചെയ്തിട്ട് ആൽഫബറ്റ് പോലെ ആക്കി തന്നു. അതിങ്ങനെ തൊട്ട് 3D ഇല്ലേ, അതിങ്ങനെ തൊട്ടിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, വായിക്കാൻ വേണ്ടിയിട്ടാണ്.
Papa made letters of the alphabet for me with leather strips or by pounding round-topped nails into board with boards. With mom and I played dominoes, counting the dots with my fingertips. എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ എനിക്ക് മറ്റേ ലെതറിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് അതുപോലെ തന്നെ പലകയിൽ ഇങ്ങനെ ആണി അടിച്ചിട്ടൊക്കെ ലെറ്റേഴ്സ് ഉണ്ടാക്കി തന്നു. എനിക്ക് ഫീൽ ചെയ്ത് വായിക്കാൻ വേണ്ടിയിട്ട്, കാണാൻ കഴിയില്ലല്ലോ, അപ്പോൾ നമ്മളിങ്ങനെ തൊട്ട് ഫീൽ ചെയ്ത് വായിക്കാനായിട്ട്. പിന്നീട് ഞാൻ എൻ്റെ മാമൻ്റെ കൂടെ ഡോമിനോസ് മറ്റേ ഡൈസ് ഇട്ട് കളിക്കുന്ന ഒരു കളിയാണ്, അത് കളിക്കാറുണ്ടായിരുന്നു. എൻ്റെ ഫിംഗർ വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട്സ് ഇങ്ങനെ തൊട്ടായിരുന്നു ഞാൻ അത് മനസ്സിലാക്കുന്നത്. The village priest taught me to recognize trees by their touch, flowers by their scent, and birds by their song. Do you have books for blind children? I asked him. എന്താണ് അവിടുത്തെ ആ ഒരു പ്രീസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഹിതൻ. ഓക്കെ, അവിടുത്തെ ആ ഒരു പുരോഹിതൻ എന്നോട് ചോദിച്ചു, എന്നെ പഠിപ്പിച്ചു തന്നു. എന്ത് ചെയ്തു, എനിക്ക് മനസ്സിലാക്കി തന്നു. ട്രീസിനെ ടച്ച് ചെയ്തിട്ടും ഫ്ലവേഴ്സിനെ അവരുടെ മണം കൊണ്ടിട്ടും ബേർഡ്സിനെ അവരുടെ പാട്ട് കൊണ്ടിട്ടും നമുക്ക് മനസ്സിലാക്കാം എന്ന്. അപ്പം ഇത് കേട്ടിട്ട് ആ ഒരു എന്താ പറയുക, ആ കുട്ടി ചോദിക്കുകയാണ്, ആ ഒരു എന്തായിരുന്നു, എന്തൊരു ആളുണ്ടായിരുന്നല്ലോ, ലൂയിസ് എന്ന് പറയുന്ന ആ ഒരു കുട്ടി ചോദിക്കുകയാണ്, എന്താണ് എന്തെങ്കിലും ബുക്കുണ്ടോ, കണ്ണ് കാണാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളിൽ എന്തെങ്കിലും ബുക്കുണ്ടോ ചോദിക്കുകയാണ്. എന്താണ്, നോ ലൂയിസ്, ദ പ്രീസ്റ്റ് റിപ്ലൈഡ്, ഐ ആം സോറി. എന്താണ്, ഇല്ല ലൂയിസെ, എൻ്റെ കയ്യിൽ അങ്ങനെയില്ല, സോറി എന്ന് പറയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ.